പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 119:71 ദാവീദ് പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സാധാരണ മനുഷ്യന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ദാവീദ് പറഞ്ഞത്. നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എല്ലാവരും ദുഃഖിതരും ഉത്കണ്ഠാകുലരും അസ്വസ്ഥരുമൊക്കെയായി മാറുകയാണ്. ചിലർ നിരാശയിൽ ആണ്ടുപോകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദാവീദിന് ദുഃഖങ്ങൾ അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അഭ്യസിക്കുവാൻ അത് കാരണമായി തീർന്നു. ജീവിതത്തിൽ എല്ലാ മേഖലകളിലുള്ളവർക്കും തകർച്ചകളും പരാജയങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും. പ്രതിസന്ധികളെ നാം എപ്രകാരമാണ് കാണുന്നത്, അതനുസരിച്ചാണ് അതിൻ്റെ തീവ്രതയും നമുക്ക് അനുഭവപ്പെടുന്നത്. പോസിറ്റീവോ ഓർ നെഗറ്റീവോ ആയി മാറുന്നതും അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തകർച്ചകൾ ദൈവം അനുവദിക്കുന്നത്? ജെറമിയ 29:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. തകർച്ചയുടെ സമയത്ത് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലുള്ള തിന്മകൾ ദൈവം കാണിച്ചു തരും. അവയെല്ലാം നാം ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് തരുന്നത്. തകർച്ചകളുടെ സമയത്ത് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ദൈവത്തിൽ നമുക്ക് ആഴമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തിലും നാം വിശ്വസിക്കും. റോമ 8:28 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ തകർച്ചകളും പ്രതിസന്ധികളും ദുഃഖദുരിതങ്ങളും നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റും എന്ന പ്രത്യാശയും വിശ്വാസവുമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. റോമ 8:32 തിരുവചനം നമ്മോട് ചോദിക്കുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കും. കാരണം നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. യോഹന്നാൻ 1:1 നാം കാണുന്നുണ്ട്, വചനം ദൈവമാണ് എന്ന്. അപ്പോൾ വചനത്തിന് അനന്തമായ ശക്തിയുണ്ട്, ദൈവതുല്യ ശക്തിയുണ്ട്. നാം വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരും. നാം യേശുവിനെക്കുറിച്ച് കേൾക്കണം. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. യോഹന്നാൻ 6:63 യേശു പറയുന്നുണ്ട്, ഞാൻ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നാം വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അതോടൊപ്പം മാനസാന്തരവും തിന്മയെക്കുറിച്ചുള്ളൊരു ബോധ്യവും എല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ തകർച്ചകൾ വരുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതലായിട്ട് വിളിച്ചപേക്ഷിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ ദൈവം ഇടവരുത്തും. നമ്മുടെ എല്ലാ തകർച്ചകളും നമുക്ക് നന്മയ്ക്കാക്കി മാറ്റുകയും ചെയ്യും. കർത്താവായ യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.